ഹായ് everyone, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു തസ്നീസ് കിച്ചൺ. ഇന്ന് നമുക്ക് അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ മസാല റെഡിയാക്കി എടുക്കാം. നെയ്ച്ചോറിലേക്ക്, ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ സാധാ ചോറിലേക്കായിരുന്നാലും നല്ലൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മട്ടൻ മസാലയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു വലിയ സവാള തിന്നായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോയേക്കാൾ കുറച്ചധികം ആയി വന്നിട്ടുള്ള മട്ടനാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടെ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് വഴന്നതിൻ്റെ റോ ടേസ്റ്റ് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കൂടി പോവരുത് കേട്ടോ, അത്രയും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 പിഞ്ച് ഗരം മസാല. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു തവി വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഈ ഒരു മസാല ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഉണ്ടല്ലോ, അത് ആ ഗ്രേവിയോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്തതാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഈ മസാലയിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതല്പം വേവുള്ള മട്ടനായതാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു മസാലയും ഈ ഒരു മട്ടനും കൂടെ ഒരുമിച്ചൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ലതായിട്ട് തിളച്ച് ആ ഒരു മസാലയെല്ലാം ആ ഒരു മട്ടനിലേക്ക് കയറിയ വിധത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു ടൊമാറ്റോയുടെ പകുതി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടൊമാറ്റോ ഇതിന് മുമ്പൊന്നും ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഒന്ന് മൂടി വെക്കാം, അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും കറി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ച് ആ ഒരു ഗ്രേവി വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ എരിവിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് ഈ ഒരു മട്ടന് ഇത്രയധികം ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മട്ടൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. Thank you.